ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ എൻഡിഎക്കെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ഇന്ത്യ സഖ്യം അഴിമതി സംരക്ഷണ സഖ്യമായി അധപ്പതിച്ചിരിക്കുകയാണ്. ബിജെപിക്കെതിരെ എൻഡിഎക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ഇന്ത്യ സഖ്യം അതിൻ്റെ മുഖം മൂടി പിച്ച് ചീന്തപ്പെട്ട് അഴിമതി സംരക്ഷണ സഖ്യമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു. അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന് അനുകൂലമായി അല്ലെങ്കിൽ കെജ്രിവാളിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നടത്തുന്ന പ്രതിഷേധവും പ്രതിരോധവും ഇതിന് ഉദാഹരണമാണ്. കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരായിട്ട് ഡൽഹി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിരോധവും പ്രതിഷേധവും പ്രക്ഷോഭവും നടന്നിട്ടുള്ളത് കേരളത്തിലാണ്. ഒരു ഭാഗത്ത് പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും നേതൃത്വം നൽകുന്നത് CPM ആണ്, മറുഭാഗത്ത് കോൺഗ്രസ്സാണ്. ഈ രണ്ട് പാർട്ടിക്കും ഇന്ത്യയിൽ താരതമ്യേന സ്വാധീനമുള്ള ഒരു സംസ്ഥാനം കേരളവുമാണ്. ബാക്കി ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തിൽ നിന്നും ജനങ്ങൾ ഈ രണ്ട് പാർട്ടികളെയും തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള അറസ്റ്റിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന പ്രതിഷേധവും പ്രക്ഷോഭവും ഒരു റിഹേഴ്സൽ സമരമാണ്. ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന് സംഭവിച്ചതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഭവിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു മുൻകൂർ പ്രതിരോധമാണ് ഇപ്പോൾ കെജ്രിവാളിനെതിരായി നടത്തുന്ന ഈ സമരം എന്ന് BJP പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ നേരിടുകയാണ്. അതുകൊണ്ടാണ് കെജ്രിവാളിന് സംഭവിച്ചതുപോലെ കേന്ദ്ര ഏജൻസി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവർ നേരത്തെ നടത്തുന്നൊരു പ്രതിഷേധമാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ പേരിൽ കേരളത്തിൽ നടത്തുന്നത്. ഇതേപോലെ തന്നെ കോൺഗ്രസോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അഴിമതി ഉൾപ്പെടെ നിരവധി കേസുകളാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നത്. കെജ്രിവാളിന് സംഭവിച്ചതുപോലെ കേന്ദ്ര ഏജൻസി കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്? അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെജ്രിവാളിന് അനുകൂലമായി കോൺഗ്രസ് നടത്തുന്ന അതേ പ്രചരണമായിരിക്കുമോ പ്രതിഷേധമായിരിക്കുമോ ഇനി ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താൽ കോൺഗ്രസ് നടത്താൻ വേണ്ടി പോകുന്നത്? കാരണം കെജ്രിവാളിൻ്റെ അഴിമതിക്കെതിരായിട്ട് ആദ്യം ശബ്ദമുയർത്തിയത് കോൺഗ്രസ്സാണ്. കെജ്രിവാളിൻ്റെ 100 കോടി അഴിമതിയിൽ അധിഷ്ഠിതമായ മദ്യനയത്തിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് കോൺഗ്രസ്സാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായിട്ട് അജയ് മക്കൻ 100 കോടി അഴിമതി കെജ്രിവാൾ നടത്തിയെന്നും അതിനെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പത്രസമ്മേളനം അതിന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്.